അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തോടയിലേക്കാണ് കേട്ടോ. തോട നമ്മുടെ ഒരു ട്രൈബൽ ഹെറിറ്റേജ് മ്യൂസിയം ആണേ. ഇവിടെ എൻട്രി ഫീ ആയിട്ട് നമുക്ക് 30 രൂപയാണ് കേട്ടോ വരുന്നത്. മുത്തങ്ങയിലേക്ക് പോകുന്ന വഴി കല്ലൂരിൽ നിന്ന് നമ്പുലിയിലേക്ക് പോകുന്നതിൽ ഒരു 50 മീറ്റർ നീങ്ങിയിട്ടാട്ടോ നമ്മുടെ തോട സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് കേട്ടോ കവാടം. കവാടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ട് 2 കൊമ്പുകളുടെ ആകൃതിയിലാണ് കേട്ടോ വരച്ച് ചെയ്തിരിക്കുന്നത്. ചുമരുകളിലും അതിമനോഹരമായിട്ടുള്ള പെയിന്റിങ്ങുകൾ കൊണ്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. പണ്ട് കാലത്ത് കൃഷിക്കായി ഉപയോഗിച്ചിരുന്ന ഒട്ടുമിക്ക എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൃഷി ചെയ്യാൻ മാത്രമല്ല, കൃഷി ചെയ്ത വിത്തുകൾ സൂക്ഷിച്ചു വെക്കാനും പിന്നെ നിത്യോപയോഗത്തിനായിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള കൂടകളും അങ്ങനെ ഒട്ടുമിക്ക പാത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന പലഹാര പാത്രങ്ങളും അത് പൊടിക്കാൻ ഉപയോഗിക്കുന്ന തിരിക്കല്ലും ഇതെല്ലാം പുതിയൊരു അറിവ് തന്നെയായിരുന്നു. മൃഗങ്ങളെ വേട്ടയാടാനും മീൻ പിടിക്കാനുമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും പിന്നെ പണ്ട് കാലത്തെ ആളുകൾ പണം സൂക്ഷിക്കാനായി വെച്ചിരുന്ന പണപ്പെട്ടികളും പണങ്ങളും പിന്നെ എഴുത്താണിപ്പെട്ടിയും ചിത്രങ്ങളും എല്ലാം വളരെ മനോഹരമായിരുന്നു കേട്ടോ. പഴമയുടെ ഉപകരണങ്ങളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഒരു അപൂർവ ലോകമാണ് കേട്ടോ നമ്മുടെ തോട. ഇവിടെ പോകുന്നത് കുറച്ച് സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് കേട്ടോ.